ദി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വീണ്ടും LPUP ഇൻ്റർവ്യൂവിന് ആവശ്യമായ ഇമ്പോർട്ടൻ്റായി ചോദിച്ച് കണ്ടുവരുന്ന ടോപ്പിക്കുകളിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളൂ. 6-7 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരിക്കും. തീർച്ചയായും കാണാൻ ശ്രമിക്കുക. റിപ്പീറ്റഡായി കണ്ടുവരുന്ന ടോപ്പിക്കുകളിൽ നിന്ന് ഉൾപ്പെടുത്തിയ ചോദ്യങ്ങളാണ്. ബാലകൃഷ്ണ സാറിൻ്റെ ഗൈഡിൽ നിന്ന് ഒരുപാട് പോയിന്റ് ഇതിനു വേണ്ടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: സംസ്ഥാനത്തെ മുഴുവൻ സാങ്കേതിക കോളേജുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന സ്ഥാപനം കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. സംസ്ഥാനത്തെ മുഴുവൻ സാങ്കേതിക കോളേജുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന സ്ഥാപനം കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നാമകരണം ചെയ്യപ്പെട്ടത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് എല്ലാ സാങ്കേതിക കോളേജുകളെയും ഒരുമിച്ചാക്കിയത്. ഇത് നാമകരണം ചെയ്യപ്പെട്ടത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ്. കേരള സാഹിത്യ അക്കാദമി 2015 പുറത്തിറക്കിയ 10 ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന സീരീസാണ് മുസരീസ് എന്നറിയപ്പെടുന്നത്. കേരള സാഹിത്യ അക്കാദമി 2015 പുറത്തിറക്കിയ 10 ചരിത്ര ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന സീരീസാണ് മുസരീസ്. ഇന്ത്യയിൽ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതുമായ സ്ഥാപനം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. ഇന്ത്യയിലെ അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം തീർച്ചയായും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കില്ല, നാഷണൽ ആയിരിക്കും. അപ്പോൾ നാഷണൽ എന്ന് തുടങ്ങാം. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. ടീച്ചേഴ്സിൻ്റെ എഡ്യൂക്കേഷനെ അളക്കാനാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയരൂപീകരണത്തിനായി 2016 റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? TSR സുബ്രഹ്മണ്യൻ. 2016 റിപ്പോർട്ട് സമർപ്പിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ. തുടർന്നാണ് 2020 പുതിയ നയം രൂപീകരിക്കുന്നതും. അത് നമുക്ക് ഏവർക്കും അറിയാം. TSR സുബ്രഹ്മണ്യൻ സമർപ്പിച്ച ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കസ്തൂരി രംഗൻ സാറാണ് റിപ്പോർട്ട് 2020 സമർപ്പിച്ചിട്ടുള്ളത്. അതിനൊരു ബേസ്ഡ് ആയിട്ട് ഉള്ള ഒരു റിപ്പോർട്ട് കിട്ടിയത് TSR സുബ്രഹ്മണ്യൻ സാറിൻ്റെ കയ്യിൽ നിന്നാണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസ സമത്വം എന്നതൊരു മൗലിക അവകാശമാണ്. എല്ലാവർക്കും ഒരേപോലെ ഒരേ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത് ഇന്ത്യയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്ന ഒന്നാണ്. എന്താണ് കാരുണ്യവാനായ പൗരൻ പദ്ധതി? കുട്ടികളിൽ ജീവജാലങ്ങളോട് കാരുണ്യവും ബഹുമാനവും ദയയും വളർത്താൻ ഉദ്ദേശിച്ചുള്ള ഒരു സംരംഭമാണ് കാരുണ്യവാനായ പൗരൻ എന്ന പദ്ധതി. ADHDയുടെ പൂർണ്ണരൂപം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ഡിസോർഡർ. മറ്റൊരു പൂർണ്ണരൂപം CIETയുടേതാണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. STIP പൂർണ്ണരൂപം സ്റ്റുഡൻറ് ട്രാഫിക് ഇൻവിറ്റേഷൻ പ്രോഗ്രാം. സ്റ്റുഡൻറ് ട്രാഫിക് ഇൻവിറ്റേഷൻ പ്രോഗ്രാമാണ് STIP, സ്റ്റുഡൻറ് ട്രാഫിക് ഇൻവിറ്റേഷൻ പ്രോഗ്രാം. ASAP അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ASAP എന്നത് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. മിക്കവാറും ASAPിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള കുട്ടികളോട് അതിൻ്റെ പൂർണ്ണരൂപം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ പ്രവണത വളർത്താനുള്ള സംരംഭമാണ് സ്റ്റുഡൻസ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം. സംരംഭകത്വ പ്രവണത അത് വളർത്താനുള്ള ഒരു സംരംഭമാണ് സ്റ്റുഡൻസ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം. കേരളത്തിൽ സാക്ഷരതയ്ക്കും സാക്ഷരാനന്തര പരിപാടികൾക്കും ശേഷം ആരംഭിച്ച ജനവിദ്യാ കേന്ദ്രങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് ഏതു പേരിലാണ്? ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സ്ഥിരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളായി ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളത്. തുടർന്ന്
നൽകുന്നത് വിദ്യാഭ്യാസം മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട റിപ്പീറ്റഡായി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാണ് എന്ന് വിശ്വസിക്കുന്നു. നന്ദി.